ഹായ് ഫ്രണ്ട്സ്, അജിന്ത്യ പ്രിസ ഫാമിലി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടി വീട്ടിലേക്കുള്ള കുറച്ച് സാധനങ്ങളും പച്ചക്കറികളൊക്കെ മേടിക്കാനായിട്ട്, സാധനങ്ങൾ എന്ന് പറയുന്നത് പലചരക്ക് സാധനങ്ങൾ കേട്ടോ. ആ പലചരക്ക് സാധനങ്ങളും പച്ചക്കറികളൊക്കെ മേടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ്. മഴയായിരുന്നേ, നല്ല മഴയായിരുന്നു കേട്ടോ. ഓഫീസിൽ നിന്ന് എത്തിയതിന് ശേഷമാണ് കേട്ടോ ഞങ്ങൾ പോകുന്നത്. അപ്പോൾ അതൊക്കെ മേടിച്ച് കഴിഞ്ഞ ശേഷം നമുക്ക് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എവിടേക്ക് പോകേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഞാനൊരു വ്ളോഗ് കണ്ടു, ഒന്ന് രണ്ട് വ്ളോഗ് പ്രാവശ്യം കണ്ടു, ഋഷീസ് വ്ളോഗ് എന്ന് പറഞ്ഞിട്ട്. ആ വ്ളോഗിൽ ജയ പാലസിലെ ഫുഡിനെ കുറിച്ച് കുറച്ച് നല്ല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് പരീക്ഷിച്ചാലോ എന്ന് ചോദിച്ചു. ഇതിവിടെ വർഷങ്ങൾക്ക് മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, ജയ പാലസ്. അപ്പോൾ കുറേ വർഷങ്ങൾക്ക് മുമ്പ്. അപ്പോൾ ഏട്ടനും കഴിച്ച സ്വാദിനെ കുറിച്ചൊക്കെ എന്നോട് ഒത്തിരി പറഞ്ഞു. ഏട്ടൻ ഇവിടെ വന്ന് കഴിച്ചിട്ടുണ്ടായിരുന്ന ആ ഭക്ഷണത്തിൻ്റെ സ്വാദ്. പിന്നീട് ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരിക്കൽ ഞങ്ങൾ വന്നിരുന്നപ്പോഴൊക്കെ അത്ര അങ്ങ് സ്വാദ് ഉണ്ടായിരുന്നില്ല. കുറച്ച് ഇഷ്യൂസും കുറച്ച് കാര്യങ്ങളൊക്കെ കാരണം അവിടെ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെയാണെന്ന് വിചാരിച്ചിട്ടുണ്ട്. പക്ഷേ ഋഷീസ് വ്ളോഗ് കണ്ടപ്പോഴാണ് മനസ്സിലായത്. അപ്പോൾ ആ വ്ളോഗിലൂടെയാണ് ഞാൻ ഇവിടുത്തെ ഭക്ഷണത്തിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് നന്നായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഒരു മെനു കാർഡ് കൊണ്ടുവന്നു. നമ്മൾ മെനു കാർഡൊക്കെ ഒന്ന് വായിച്ചൊക്കെ നോക്കി. എത്ര വായിച്ചു നോക്കിയാലും നമുക്ക് എന്താ വേണ്ടേ എന്നുള്ളൊരു തോന്നലൊക്കെ ഉണ്ട്. അധികം ഒന്നും നമുക്ക് അധികം കഴിക്കാൻ പറ്റില്ല. എന്തെങ്കിലും ഒരു രണ്ട് ഐറ്റംസേ നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഞങ്ങൾ ബട്ടർ റൊട്ടിയും പിന്നെ ചിക്കൻ ടിക്ക മസാല അതാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞ് പിന്നെ ഒരു താളം പിടിക്കലൊക്കെയായി. ഭക്ഷണം എത്തണമല്ലോ നമുക്ക്. അപ്പോൾ അത് എങ്ങനെ ഉണ്ടാവും എന്നുള്ളൊരു ടെൻഷൻ മറക്കാൻ വേണ്ടിയിട്ട് ഇരുന്ന് കഴിക്കും. അപ്പോൾ ഞാൻ വോയിസ് ഓവറൊക്കെ കൊടുക്കായിരുന്നു കേട്ടോ. പണ്ട് വന്നിട്ടുള്ളത് ഇപ്പോഴൊക്കെയോ വന്നിട്ടുള്ളത്. ഇപ്പോൾ ഞങ്ങൾ വീണ്ടും ഇങ്ങോട്ട് വന്നിരിക്കുകയാണ്. ഫുഡ് കഴിക്കാൻ കുറച്ച് നന്നായിട്ട് ഇന്നോവേറ്റൊക്കെ ചെയ്തു. കുറച്ചും കൂടി നല്ല ആക്ടിവിറ്റീസൊക്കെ ആയി സ്മൂത്തരായി. അപ്പോൾ നമ്മൾ അവിടേക്ക് ഫുഡ് കഴിക്കാൻ വന്നതാണ്. കഴിച്ചു നോക്കാം. ഓർഡർ ചെയ്തിട്ടുണ്ട്. ഓർഡർ ചെയ്ത് കഴിഞ്ഞിട്ട് ഭക്ഷണം എത്തിയതിന് ശേഷം ഫുഡ് എത്തുന്നത് വരെ സമയത്തുള്ളൂ. ഞാൻ അവിടുത്തെ ആംബിയൻസൊക്കെ ഒന്ന് എടുക്കാം, വീഡിയോയിൽ പകർത്താം, നിങ്ങളെയൊക്കെ ഒന്ന് കാണിക്കുകയും ചെയ്താൽ. ഇദ്ദേഹമാണ് കേട്ടോ ഇതിൻ്റെ ഓണർ. തലമുറകളായിട്ട് കൈകൊണ്ട് വന്നിരുന്ന ഒരു ഹോട്ടലാണ്. പിന്നീട് അതൊരു ലീസിട്ട് നൽകുകയുണ്ടായി. പിന്നെ കുറച്ച് ഇഷ്യൂസൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കും. അങ്ങനെ ഇദ്ദേഹമാണ് ഇപ്പോൾ നടക്കുന്ന അങ്കിളിലെ അദ്ദേഹമാണ് കേട്ടോ ഇതിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവിടെയും അദ്ദേഹത്തിന് കണ്ണുകൾ എത്തുന്നുണ്ട് എന്നുള്ള ഒരു ഇതിലായിരുന്നു ഞങ്ങൾ. അവിടെ എപ്പോഴും ഇങ്ങനെ വിസിറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അദ്ദേഹം എപ്പോഴും അവിടെ തന്നെ ഉണ്ടായിരുന്നു. കണ്ടോ അവിടുത്തെ ലൈറ്റ്സുകൾ, സീറ്റ്സ് അറേഞ്ച്മെൻറ്റ്സ്, പിന്നെ ഐസ്ക്രീം, കുട്ടികളെയും വലിയവരെയൊക്കെ ആകർഷിക്കാൻ തരത്തിലുള്ള ഐസ്ക്രീമിൻ്റെ വലിയ ഒരു ശേഖരം തന്നെ അവിടെ വെച്ചിട്ടുണ്ട്. അങ്ങനെ അങ്കിൾ ജോൺ ഐസ്ക്രീമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ആ സീറ്റ് അറേഞ്ച്മെൻറ്റ്സ് തന്നെ വ്യത്യസ്തമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഒരു പ്രൈവസിയൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ എപ്പോഴും നീറ്റാക്കി വെക്കാനായിട്ട് അവർ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട്. പിന്നെ അവിടുത്തെ സ്റ്റാഫ് കേട്ടോ എല്ലാവരോടും നല്ല പെരുമാറ്റം. പിന്നെ അതായത് നമ്മൾ ഭക്ഷണം കഴിച്ച് സന്തോഷത്തോടു കൂടി തിരിച്ചു പോകണം എന്നുള്ള ആ ഒരു സന്തോഷത്തോടു കൂടിയിട്ടാണ് എല്ലാ സ്റ്റാഫും നമ്മളോട് പെരുമാറുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ നമുക്ക് വളരെ സന്തോഷമായിട്ട് തോന്നി. അങ്ങനെ നമ്മൾ അവിടെ ഇരുന്നു. കണ്ടോ ഇവിടെ നിന്നുള്ള ആ വ്യൂ കണ്ടോ, എന്ത് രസമാണ് അല്ലേ, റോട്ടോടെ വണ്ടികൾ പോകുന്നതും എല്ലാം കാണാനായിട്ട് എന്ത് രസമായിട്ടാണ്. ഇതാരത് എൻ്റെ ഏട്ടനല്ലേ, എൻ്റെ ഏട്ടൻ. അങ്ങനെ പ്ലേറ്റൊക്കെ കൊണ്ടുവന്നു. അങ്ങനെ പ്ലേറ്റൊക്കെ വെച്ചു. അപ്പം പിന്നെ പ്ലേറ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു സന്തോഷമല്ലേ, ഇപ്പോൾ ഭക്ഷണം എത്താറായി എന്നുള്ള ഒരു അറിയിപ്പ് കാണുന്നില്ലേ. അപ്പം അങ്ങനെ ഒരു താളം പിടിക്കലും ആ ഒരു സന്തോഷമൊക്കെ ആയിരുന്നു. അങ്ങനെ ഇരുന്ന് നമ്മൾ നല്ല രീതിയിൽ അങ്ങ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പം നമ്മൾ ചെന്നതിന് ശേഷമാണല്ലോ ഫുഡ് ഉണ്ടാകുക. അതിന് അതേപോലെ നല്ല ചൂടോട് കൂടിയുള്ള ഫുഡ് തന്നെയായിരുന്നു. അങ്ങനെ അതാ ഫുഡൊക്കെ എത്തിയിട്ടോ. ഫുഡ് എത്തിയപ്പോൾ തന്നെ വീണ്ടും ഞാൻ ക്യാമറയൊക്കെ തിരിച്ച് ഫുഡ് എന്തായാലേ ബട്ടർ നാൻ എന്നൊക്കെ പറയാം. പക്ഷേ ഞങ്ങൾ ബട്ടർ റൊട്ടി ആണ് വാങ്ങിച്ചത്. പിന്നെ നമ്മുടെ ചിക്കൻ ടിക്ക മസാല. അപ്പോൾ അതിൻ്റെ ഒരു കണ്ടോ ആ ഒരു സന്തോഷം കണ്ടോ. അപ്പോൾ അത് ഭയങ്കര
ഇഷ്ടമായിട്ടാണ് ആ നമുക്ക് അത്രയും സ്വാദുണ്ടെന്നുള്ളൊരു കോൺഫിഡൻറ്റോട് കൂടിയിട്ട് അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ കൂട്ടാനൊക്കെ നല്ല പോലെ കറിയൊക്കെ നല്ല പോലെ ഒന്ന് ഇളക്കി എടുത്ത് ഏട്ടനങ്ങ് അപ്പോൾ ഏട്ടൻ പറഞ്ഞു നീ എടുത്തോ, ഞാൻ എടുത്ത് കഴിച്ചോളാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായി. പക്ഷേ കുറച്ച് ഏട്ടന് വിളമ്പി കൊടുത്തതിന് ശേഷം ഞാൻ എടുത്ത് എൻ്റെ പാത്രത്തേക്ക് ഇട്ടു കേട്ടോ. അപ്പോൾ അതായത് ചാറ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അറിയാലോ എനിക്ക് ചാറ് ഇങ്ങനെ കോരിയിട്ടുകൊണ്ടിരിക്കും. അങ്ങനെ ഞാൻ അതൊക്കെ പൊക്കി അങ്ങനെ കഴിക്കാനുള്ള ഒരു സന്തോഷത്തോടു കൂടി ഇരുന്ന് കഴിക്കട്ടോ. അപ്പോൾ അടിപൊളി ടേസ്റ്റ്, അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റായിരുന്നു. ഒരു തുണ്ട് പോലും ഞാൻ ഭാഗ്യ വെച്ചിട്ടില്ല. അതായത് ഇങ്ങനെ എന്നുവെച്ചാൽ ഒന്നോ രണ്ടോ പീസൊക്കെ കഴിച്ച് ഭക്ഷണം കഴിക്കൽ നിർത്തുന്ന ഞാൻ നല്ല പോലെ ഇരുന്ന് കഴിച്ചു. ഞാനും അതെ, എൻ്റെ ഏട്ടനും അതെ. അപ്പോൾ ഏട്ടൻ പിന്നെ ഭക്ഷണം വേസ്റ്റ് ആക്കാറൊന്നുമില്ല. പക്ഷെ എനിക്ക് ടേസ്റ്റ് ഇല്ലാതെ തോന്നി കഴിഞ്ഞാൽ ഭക്ഷണം തൊട്ട് നോക്കാറ് പോലും ഇല്ലായിരുന്നു. പക്ഷെ ഈ പ്രാവശ്യം ഈ ജയ പാലസിൽ വന്നതിന് ശേഷം ഇത്രയും നല്ല ആംബിയൻസിലിരുന്ന് ആ ഫുഡ് കഴിച്ച് ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. അതെന്ന് വെച്ചാൽ എന്താ പറയുക, ഇപ്പോഴും വയലിങ്ങനെ വെള്ളം വരുന്നുണ്ട്. ആ കറിയുടെ ഒരു ടേസ്റ്റ്, ആ ഗ്രേവിയുടെ ഒരു തിക്നെസ്, നമുക്ക് ഒരു എന്താ പറയുക എടുത്ത് വീണ്ടും വീണ്ടും കഴിക്കാനുള്ള ഒരു മേലേക്കൊക്കെ തെറിക്കുന്നുണ്ട് എൻ്റെ ഇടയിൽ കൂടെ. അപ്പം എന്ന് വെച്ചാൽ ഞാൻ കുറച്ച് നീക്കി വെച്ചിട്ടാണ് ഈ കഴിക്കുന്നുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് എൻ്റെ മേലേക്കൊക്കെ ഒന്ന് നന്നായിട്ട് തെറിച്ചു പോയി കറിയുടെ അംശം. അപ്പോൾ ഏട്ടനോട് പറയാം നല്ല ടേസ്റ്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇരുന്ന് കഴിക്കുകയാണ്. അപ്പോൾ ഏട്ടനും പറയുന്നുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം അതിൻ്റെ ഇടയിൽ അവിടുത്തെ സ്റ്റാഫ്സൊക്കെ വന്ന് സംസാരിക്കുകയിലൊക്കെ ഉണ്ടായിട്ടോ. ഇതാ നോക്കൂ, പ്ലേറ്റിൽ ഒരു തരി ഒരു വേപ്പില പോലും ഞാൻ ബാക്കി വെച്ചില്ല എന്നുള്ളതാണ്. അത്രയ്ക്ക് അധികം നല്ല ടേസ്റ്റോട് കൂടിയാണ്. കണ്ടോ, ഇങ്ങനെയൊന്നും ഞാൻ ഭക്ഷണം കഴിച്ചിട്ടില്ല, അത്രയും ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കൈ വാഷ് ചെയ്യാനായിട്ട് വാഷ്റൂമിൽ പോയിട്ടാ. എന്താ ഭംഗി, എന്തു നീറ്റായിട്ടാണെന്നറിയോ അവരവിടെ സൂക്ഷിച്ചിരിക്കുന്നത്. അത്രയും, അതായത് വൃത്തികേടോ വേസ്റ്റ് കെടുക്കുകയോ ഒന്നുമില്ല, അത്രയും നീറ്റാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ കൈയൊക്കെ ഒന്ന് വാഷൊക്കെ ചെയ്തു. അപ്പം നമ്മൾ എന്തായാലും ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് ബില്ല് പേ ചെയ്യാൻ 750 രൂപയായിട്ടോ. പക്ഷെ അത് വേർത്താണ്, നല്ലതാണ്, നല്ല ഫുഡായിരുന്നതുകൊണ്ട് അത് വേർത്തായിട്ട് എന്നെ തോന്നി 750 രൂപ. അത് കഴിഞ്ഞും ഞാൻ അവിടുത്തെ സ്റ്റാഫൊക്കെ ആയിട്ട് അവരൊക്കെ സംസാരിക്കാനൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവരോടൊക്കെ ആയിട്ട് ഫോട്ടോ ഒക്കെ എടുത്തു. പിന്നെ നമ്മുടെ ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ കുക്കിനെ കണ്ടു. നമുക്ക് അപ്രിഷ്യേറ്റ് ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെ നമ്മൾ അവരോടൊക്കെ വർത്തമാനമൊക്കെ പറഞ്ഞ് നല്ല വളരെ ഹാപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും സന്തോഷത്തോടു കൂടി ഈ അടുത്ത് നമ്മൾ ഫുഡ് കഴിച്ചത് ഇവിടെ തന്നെയാണ് കേട്ടോ. നമ്മൾ നന്നായിട്ട് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. കണ്ടോ, നമ്മൾ കഴിച്ച ഫുഡാണേ. അപ്പോൾ അങ്ങനെ എല്ലാവരോടും ഒത്ത് നിന്ന് ഫോട്ടോ എടുക്കുക, ഇതൊക്കെ അപൂർവമാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ, ബൈ.